മസ്കറ്റ് ഗവർണറേറ്റിലെ അൽഗുറൈൻ സ്ക്വയറിലുള്ള ഈ ഭീമൻ കൊടിമരം വ്യാഴാഴ്ചയാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഒമാന്റെ അഭിമാന പദ്ധതി നടപ്പാക്കിയത്. പ്രൊജക്ട് ഹെഡ് കൊല്ലം സ്വദേശി അനസ് അബ്ദുസലാം, പ്രൊജക്ട് മാനേജർ പത്തനംതിട്ട സ്വദേശി സുനിൽ സത്യൻ, കമ്പനി ഡയറക്ടർ മലപ്പുറം സ്വദേശി റബി. ഇങ്ങനെ എല്ലാ മേഖലകളിലും മലയാളികളുടെ കയ്യൊപ്പുണ്ട്. ഏകദേശം 1.5 വർഷത്തോളം നമ്മുടെ ടീം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വി ആർ റിയലി പ്രൗഡ് ആൻഡ് ഹോണർഡ്. 126 മീറ്റർ ഉയരമുള്ള ഈ കൊടിമരം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടന കൂടിയാണ്. 25 മീറ്റർ നീളവും 44 മീറ്റർ വീതിയുമുള്ള കൂറ്റൻ ഒമാനി ദേശീയ പതാകയും കൊടിമരത്തിലുണ്ട്. A destination to the list of the tourists. When they come to Oman, they should have a moment here, take a photo of this flag. It's the tallest man-made icon in Oman and second in the GCC. ജിൻഡാൽ ഷദീദുമായി സഹകരിച്ചാണ് മുനിസിപ്പാലിറ്റി കൊടിമരം നിർമ്മിച്ചത്. ഇരുമ്പും 135 ടൺ ഉരുക്കും ഇതിനു വേണ്ടിവന്നു. 2800 മില്ലിമീറ്ററാണ് അടിഭാഗത്തെ വിസ്തൃതി. ഏറ്റവും മുകളിൽ 900 മില്ലിമീറ്ററും. 126 മീറ്റർ ഹൈറ്റിൽ ഉള്ള ഈ ഫ്ലാഗ് പോളിൽ ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് 44 മീറ്റർ വീതിയും 25 മീറ്റർ ഹൈറ്റും 25 മീറ്റർ ഹൈറ്റുമുള്ള ഫ്ലാഗാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. പുൽത്തകിടി, നടപ്പാത, സൈക്കിൾ പാത, സ്കേറ്റ് പാർക്ക്, ശുചിമുറികൾ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രദേശത്തെ മാറ്റുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.